നടക്കുന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക്. 24-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. ജില്ലാതലവും സംസ്ഥാന തലവും ഒക്കെ പിന്നിട്ട് മികവോടെയാണ് ഈ കുട്ടികൾ ഡൽഹിയിലേക്ക് കുതിക്കുന്നത്. അപ്പോൾ ടീം ലീഡ് തന്നെ ഒപ്പം ചേരുന്നുണ്ട്. നിങ്ങളിപ്പോൾ 30 കുട്ടികളാണുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഒരു കോൺഫിഡൻസ് കിട്ടി ഇതിലൊക്കെ പങ്കെടുക്കാൻ? ഞങ്ങളെ ബാക്ക് ബോൺ ആയിട്ടുള്ള സിസ്റ്ററും പിന്നെ ടീച്ചേഴ്സും പാരൻസും ഞങ്ങളുടെ സാറുമാരും ഉള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാൾ പോലും അങ്ങനെ പുറകിലേക്കില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളായിരുന്നു ഇത്രയും ദിവസത്തെ കഠിനാധ്വാനം അല്ലേ? അതെ, ഞങ്ങളെ ടീം വർക്ക് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വലിയ സക്സസ്സിലേക്ക് എത്തിച്ചത്. അതിലും നല്ല പ്രൗഡാണ്, ഹാപ്പിനെസ് ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിന്തുണ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്? കുട്ടികൾക്ക് ഞങ്ങളെപ്പോഴും നല്ല സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മളിവരെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേരൻസിൻ്റെ ഒരു സമ്മതപത്രം വേണം. ആ സമ്മതപത്രത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ ബാൻഡ് മേളം ആരംഭിക്കുന്നത്. പിന്നെ എല്ലാ പേരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ കുട്ടികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കോച്ച് കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രാക്ടീസ് സെക്ഷനൊക്കെ? വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. കാരണം ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പുള്ള പ്രാക്ടീസ് ആയിരുന്നു. കാരണം സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ നാഷണലിൻ്റെ. പിന്നെ 20 കുട്ടികളുടെ സ്റ്റേറ്റ്, നാഷണൽ വരുമ്പോൾ 30 കുട്ടികൾ. അങ്ങനെ അപ്പോൾ കുട്ടികൾ രണ്ടും പഠിച്ചിരിക്കരുത്. പിന്നെ ഒരു 5-6 മാസത്തെ കഷ്ടപ്പാടാണ്. ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ ലക്ഷ്യം വലുതായതുകൊണ്ട് അത് നേടിയെടുത്തു. ഇനി അടുത്തൊരു സ്റ്റേജും കൂടെ കഴിഞ്ഞാൽ എല്ലാം. അപ്പോൾ ഏതായാലും കൗൺസിലർ കൂടെ ഇവരെ ഒരു യാത്രയപ്പിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കുന്നത് സഫറി വെള്ളയിൽ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജേതാക്കളായി നമ്മുടെ സ്കൂളിൽ പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കഠിനാധ്വാനം നിറഞ്ഞ കുറേയേറെ ദിവസങ്ങളിലൂടെയാണ് ഇവർക്ക് ഏതായാലും ഒരു നേട്ടം കൈവരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ടും ആ നേട്ടം അതുപോലെ തന്നെ പിന്തുടരാൻ അവർക്കാവട്ടെ. മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.